ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കാനടുത്തായി കുഴുവേലിപ്പടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 3/4 കിലോമീറ്ററുമാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. 4 മീറ്ററോളം വീതിയുള്ള ഇൻ്റർലോക്ക് കട്ടയൊരിച്ച വഴിയാണ് വീടിന് മുന്നായുള്ളത്. ടെക്സ്ചർ ഡിസൈനും LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നൽകിയിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ മെയിൻ ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. അതുകൂടാതെ തന്നെ ബൈക്കും മറ്റുമെല്ലാം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്ന പില്ലറിൽ മനോഹരമായൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഡിസൈനിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒറ്റപ്പാളി വരുന്ന മെയിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഏകദേശം 12 അടിയിലധികം നീളം വരുന്ന വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാനലിൽ വർക്കൊക്കെ കൊടുത്ത് ഒരു ഭിത്തി മുഴുവനായി തന്നെ TV യൂണിറ്റിനായി ബിൽഡർ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിലെ സീലിംഗ് വർക്ക് മുഴുവനായി തന്നെ വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തും ഒരു വുഡൻ പാനലിംഗ് വർക്ക് നമുക്ക് കാണാം. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹിൻഡർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വീടിൻ്റെ കിച്ചൺ കബോർഡിന് കളർ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാം. നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിൻ്റെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ബിൽഡർ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസും സിങ്കും എല്ലാം നൽകി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മറ്റൊരു വർക്ക് ഏരിയ നമുക്ക് ആവശ്യമേ വരുന്നില്ല. സെക്കൻഡ് കിച്ചൻ്റെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ളൊരു പോയിന്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. കിച്ചൺ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. തുണികൾ വിരിച്ചിടാനും മറ്റും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഹിൻഡർ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കിവിടെ നല്ല മനോഹരമായൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു വലിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ഒരു L ഷേപ്പിൽ നൽകിയിരിക്കുന്ന ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. ഇടതുവശത്തായി വരുന്ന ലിവിംഗ് സ്പേസിന് ഏകദേശം 15 അടിയോളം നീളമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തും ഒരു TV യൂണിറ്റ് കൂടി ഉൾപ്പെടുത്താൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മറ്റൊരു ലിവിംഗ് സ്പേസിലേക്ക് കടന്നു ചെല്ലാം. ഈ ഭാഗത്ത് മെയിനായി നൽകിയിരിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളാണ്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ അതിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയിലധികം നീളം വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലുണ്ട്.
വളരെ ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് റൂമിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് ബിൽഡർ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂം എന്ന് കണ്ടുനോക്കാം. മറ്റ് ബെഡ്റൂമുകൾ പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു പ്ലെയിൻ സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GA ട്യൂബിലാണ് ഹാൻഡ് റെയിലുകളും കൊടുത്തിരിക്കുന്നത്. റൂഫിലായി നല്ലൊരു പാനലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.